നമുക്ക് നല്ല വെണ്ണയും ഉണ്ണിയപ്പം കഴിച്ചാലാ. നല്ല ചൂട് ഉണ്ണിയപ്പം, നല്ല തണുത്ത വെണ്ണ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ വെണ്ണ ഉണ്ണിയപ്പം തേടിയുള്ള യാത്ര ചെന്ന് നിന്നത് നമ്മുടെ സ്വന്തം അമ്പലപ്പുഴ അമ്പലത്തിന്റെ മുന്നിലാണ്. ചെന്നപാടെ കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ കുറച്ചു നാളായിട്ട് കാണാത്തൊരു കാഴ്ചയാണ്. സംഭവം വേറൊന്നുമല്ല, തത്തേനെ കൊണ്ട് ചീട്ടടിപ്പിക്കുന്നു. ഈ തത്തയ്ക്ക് നമ്മുടെ ഭാവിയും ഭൂതകാലവും ഒക്കെ എങ്ങനെ അറിയാൻ പറ്റും? ഞാനത് കുറച്ചു നേരം കുറച്ച് അത്ഭുതത്തോടെ തന്നെ നോക്കിയിരുന്നു. പിന്നെ വേറൊന്നും നോക്കിയില്ല, നേരെ ഞാൻ അമ്പലത്തിലേക്ക് കടന്നു. അമ്പലത്തിലെത്തിയതും നമ്മൾ ആദ്യം ചെയ്ത കാര്യം വെണ്ണ നിവേദ്യം മേടിക്കുക എന്നുള്ളതാണ്. അത് മേടിച്ച് നമ്മൾ അകത്ത് കൊണ്ട് നമ്മുടെ കൃഷ്ണന്റെ അടുത്ത് കൊണ്ട് വെച്ച് പൂജിക്കണം. അങ്ങനെ ഞാൻ അമ്പലത്തിന്റെ ചുറ്റും നടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് കുട്ടികൾ മഞ്ചാടിക്കരുവായിരുന്നു. അത് നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. അവരിങ്ങനെ ആ മഞ്ചാടിക്കൊടി ഇങ്ങനെ വാരി വളരെ സന്തോഷത്തോടെയും അത്ഭുതത്തോടെയും നോക്കി നിൽക്കുന്നു. അതിനുശേഷം ഞാൻ പെട്ടെന്ന് കണ്ടൊരു കാഴ്ച നമ്മുടെ അമ്പലപ്പുഴ അമ്പലത്തിലെ അമ്പലക്കുളമാണ്. വെയിൽ കൊണ്ട് കുളം ആകെ വറ്റിപ്പോയിരിക്കുന്നു. മീനുകളും ഒന്നും തന്നെ കാണാനില്ല. മഴക്കാല സമയമാണെങ്കിൽ വെള്ളം നിറഞ്ഞ മീനുകളൊക്കെ നമ്മുടെ കാലിൽ വന്ന് കൊത്തിക്കളിക്കുന്നതാണ്. അങ്ങനെ അമ്പലത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നപ്പോഴാണ് വേറൊരു വൃത്തിയായിട്ട കാഴ്ച എനിക്ക് കണ്ടത്. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു തൂണ് ഇവർക്ക് എങ്ങനെ അഴുക്കാക്കാൻ പറ്റണോ? ഞാനത് കുറേ നേരം ആലോചിച്ച് നിന്നു. ആലോചിച്ച് നിന്ന സമയത്ത് തന്നെ നമ്മുടെ പ്രസാദം നമുക്ക് കിട്ടാൻ സമയമായി. അങ്ങനെ നമ്മൾ പുറത്തു വന്ന് നമ്മുടെ ആ അകത്ത് കൊടുത്ത തട്ടിൽ നിന്ന് പഴവും കദളിപ്പഴവും അതുപോലെ തന്നെ വെണ്ണയും നമുക്ക് തിരിച്ചു കിട്ടും. സമയം കടന്നുപോയത് കൊണ്ടും നല്ല വിശപ്പുള്ളതും കൊണ്ടും ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. ആ വെണ്ണയും പഴവും കൂടി അങ്ങ് കഴിച്ചു. നല്ല ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാനപ്പോൾ മനസ്സിലാലോചിച്ചു, ചുമ്മാതല്ല കണ്ണൻ ഈ വെണ്ണ കട്ട് തിന്നത്, അത്രയ്ക്കും രുചിയുണ്ടായിരുന്നു അതിന്. ഞാനതിങ്ങനെ ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ചേച്ചി നമുക്ക് ഉണ്ണിയപ്പം മേടിച്ചുകൊണ്ട് വന്നത്. ഒരു പൊതി നിറയെ ഉണ്ണിയപ്പം, അതും ഇങ്ങനത്തെ 2 പൊതി, നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം, നല്ല ചൂടുള്ള ഉണ്ണിയപ്പം. പിന്നെ ഒന്നും നോക്കിയില്ല, പുതിയൊരു പരീക്ഷണത്തിന് തന്നെ ഞാൻ തയ്യാറായി. ആ വെണ്ണയും ഉണ്ണിയപ്പം കൂടി കഴിക്കാൻ തീരുമാനിച്ചു. എന്നെ ശരിക്കും ഞെട്ടിച്ചുപോയ റിസൾട്ടായിരുന്നു അത്. കാര്യം നല്ല രുചിയുണ്ടായിരുന്നു. നല്ല രുചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ വെണ്ണയും ഉണ്ണിയപ്പം തിന്നെ ഇടിയായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി വെണ്ണ ഉണ്ണിയപ്പത്തിന് ഇടിയായി. അങ്ങനെ കഴിച്ച് 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 ഒരു പൊതി ഉണ്ണിയപ്പം തന്നെ തീർത്തു. പിന്നെയും വിട്ടില്ല, ഞങ്ങളുടെ കയ്യിൽ ഒരു പൊതി കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ആ ഉണ്ണിയപ്പവും എണ്ണയൊക്കെ നല്ലവണ്ണം ഞങ്ങൾ കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ ഒരു രുചിക്കൂട്ട് കണ്ടുപിടിച്ചതിന്റെ സന്തോഷത്തിൽ കൂടിയായിരുന്നു ഞങ്ങളെല്ലാവരും. അപ്പോൾ എല്ലാവരും ഇവിടെ അമ്പലപ്പുഴ അമ്പലത്തിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സാധനം ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ സമാധാനം പുറത്ത്, പീസ് ഔട്ട്.